സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു അടിപൊളി ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ അടിപൊളി ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ രണ്ട് പടത്തലവന്മാർ. ആ രണ്ട് പടത്തലവന്മാരുടെ പേരാണ് ഒന്ന് മമ്മൂട്ടി, മറ്റൊന്ന് മോഹൻലാൽ. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മമ്മൂട്ടിയുടെ വിഷയങ്ങളിൽ നിശബ്ദനായിട്ടിരുന്ന മോഹൻലാലിനെ പറ്റിയും മോഹൻലാലിൻ്റെ വിഷയങ്ങളിൽ ഒക്കെ പ്രതികരിച്ചിട്ടുള്ള മമ്മൂക്കയെ പറ്റിയും അതേപോലെ തന്നെ പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചതാണ്. മമ്മൂട്ടിക്കെതിരെ വരുന്ന വലിയ ആരോപണങ്ങൾ, സംഘികളുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നീട് അതിനുശേഷം മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെത്തി വൻ രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തീ പാറിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തിയേറ്ററുകളിലും കേരളത്തിനകത്തും പുറത്തും എല്ലാം തീ പാറിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ഒരു പടയോട്ടം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഒരു കം ബാക്ക്, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നൊരു സാധനം, അത് പറഞ്ഞതുപോലെ തന്നെ പേരിനോട് 100% നീതി പുലർത്തിയ രീതിയിൽ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട വീഡിയോ, അതിൽ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് നമ്മൾ കണ്ടതാണ്. ആ ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് പിന്നാലെ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള ഈ സൈബർ പോരാളികൾ. അതായത് മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് അന്ധമായിട്ട് മോഹൻലാലിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഏട്ടൻ ഫാൻസ് എന്ന് പറയുക, ഏട്ടൻ ഭക്തൻസ് എന്നൊക്കെ പറയുന്നവന്മാർ വന്നിട്ട് മെഴുകുന്നത് മമ്മൂട്ടിക്ക് ഇതിന് അർഹനല്ല, മമ്മൂട്ടിക്ക് ഇത് കിട്ടില്ല, മമ്മൂട്ടിക്ക് കിട്ടേണ്ട ആവശ്യമില്ല, മമ്മൂട്ടിയെ പോലെ ഒരു പൊട്ടൻ എങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മെഴുകി. അപ്പോഴും മമ്മൂട്ടി ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തതിന് നമുക്ക് ആർക്കും, കേരളത്തിലുള്ള ഒരു ജനങ്ങൾക്കും, മമ്മൂട്ടി സ്നേഹിക്കുന്ന ഒരാൾക്കും വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഫാൽക്കെ അവാർഡ് നമ്മുടെ ജൂറി പരാമർശത്തിൽ, അല്ലെങ്കിൽ ജൂറിയിൽ ഇരുന്ന നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞതുപോലെ നാഷണൽ അവാർഡ് മമ്മൂട്ടിയെ അറിയിക്കുന്നില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തത്. അതുപോലെ തന്നെ കളങ്കിതമായിട്ടുള്ള ഒരു നാഷണൽ അവാർഡ്, എന്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ആ നാഷണൽ അവാർഡ് അത് മമ്മൂട്ടിക്ക് വേണ്ട എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അങ്ങനെയുള്ള ചാണകത്തിൽ മുങ്ങിയ കളങ്കിതമായിട്ടുള്ള ഒരു ഗോമൂത്രത്തിൽ തളിച്ച ആ ഒരു അവാർഡ് ഞങ്ങളുടെ മമ്മൂട്ടിക്ക് വേണ്ട. അത് അടിമയായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവർക്ക് കൊടുത്താൽ മതി. അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ മാത്രമാണുള്ളത്. എങ്ങനെയുള്ള കാര്യങ്ങളാണ്? മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെന്നുള്ള ചിന്തിക്കുന്നത് ലാലേട്ടൻ ഫാൻസ്, മമ്മൂക്ക ഫാൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഉള്ളിലാണ്. എന്നാൽ ഇവർക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവുകളോ അല്ലെങ്കിൽ അവർക്കെതിരെ ഇടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവരെപ്പോഴും ഇച്ചാക്കയും അതേപോലെ തന്നെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമേ, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ചെളിവാരി എറിയലും എന്തൊരു മെഴുകലും ഒക്കെയാണ് ഓരോരുത്തന്മാർ. അപ്പോൾ ഞാൻ ആ കണ്ട വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്തായാലും എത്തിച്ചേരാം. ആ വീഡിയോ പാട്രിയറ്റിൻ്റെ സെറ്റിൽ വെച്ചിട്ട് മമ്മൂക്ക മോഹൻലാലിന് അണിയിച്ചു കൊടുക്കുന്ന ഒരു പൊന്നാടയെ പറ്റിയാണ് പറയുന്നത്. അല്ല, പൊന്നാടയുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ എന്തായാലും ഞാനത് പ്ലേ ചെയ്യാം. മഞ്ഞളിഞ്ഞു പകലാവാം ഞാൻ, നെഞ്ഞുരുമ്മും ഒരു പൂവാവാ, കൂടെ നിന്നു നിഴലാവാം ഞാൻ പൊന്നേ, പൂനിലാവിനിതളാവാം ഞാൻ, നീലവാനിലിനി മുകിലാവാ, പൂവണിഞ്ഞു പുഴയാവാം ഞാൻ കണ്ണേ, തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാ, താമരത്തെ നുകരാം വസന്തം ഇതിൽ മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് ഫാൽക്കെ അവാർഡ് നേടിയ പ്രിയപ്പെട്ട ലാലുവിന് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടുതലൊന്നും പറയുന്നില്ല, അത്രയും വാക്കുകൾ മാത്രമാണ്. അതിലുണ്ട് മമ്മൂക്കയും മോഹൻലാലിനോടുള്ള എല്ലാ ഒരു സ്നേഹവും എല്ലാ ബന്ധങ്ങളെ പറ്റിയും പറയുന്ന കാര്യങ്ങൾ. ഇതിൽ പലരും കമൻ്റ് ഇട്ടുണ്ട്, ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടുണ്ട്. ഇതിൽ ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്, അഖിൽ പി ധർമ്മജൻ, എഴുത്തുകാരനാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന കമൻറ്റ്, കൊളാബ് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതെ, ആ ഒരു കൊളാബറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. രണ്ട് പേരുടെ പേരാണുള്ളത്. ഒന്ന് മമ്മൂട്ടി, മറ്റൊന്ന് മോഹൻലാൽ. ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വീഡിയോയിൽ കൊളാബ് ചെയ്തിരിക്കുകയാണ്. അത് തന്നെ, അതായത് ഇവർ രണ്ടും ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധത്തിലുള്ള രണ്ട് പേരാണ് കേട്ടോ. ഇവർക്കിടയിൽ സിനിമയുടെ ഒരു കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ പൊതു സിനിമകൾ വരണം, തനിക്ക് ഗ്രോ ആയി പോകണം, തൻ്റെ മുൻപിൽ വരുന്നവരെല്ലാം അടിച്ചമർത്തണം, അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും മോഹൻലാലിൻ്റെ ഇടയിലോ മമ്മൂട്ടിക്കിടയിലോ അങ്ങനെയൊന്നുമില്ല. ഒരു കോമ്പറ്റീഷനും അവർക്കിടയിലില്ല. അവർക്കിടയിൽ നല്ല സ്നേഹബന്ധങ്ങൾ മാത്രമാണ്. മമ്മൂട്ടി എന്നും സ്നേഹബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ മോഹൻലാലിനെയും ഇതേപോലെ ഒരു ഫാൽക്കെ അവാർഡ് കിട്ടുകയും ഒരുമിച്ച് ചിത്രീകരിക്കുന്ന സിനിമയുടെ ആ ഒരു സെറ്റിൽ വെച്ച് മോഹൻലാലിനെ അംഗീകരിക്കുക, അല്ലെ മോഹൻലാലിനെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ലക്ഷങ്ങളിൽ ഒരാളെ കാണൂ, അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ഒന്നേ കാണൂ ഇതുപോലൊരു ഐറ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറയുന്നത് പോലെയാണ് മമ്മൂട്ടിയുടെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ, ആ ഒരു കരുതലിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അവരെല്ലാവരും ഇന്നേത് രീതിയിലാണ് നിന്നു പോകുന്നതെന്ന് നമുക്കറിയാം. അതൊക്കെ ഒരു മിറക്കിൾ പോലെയാണ്, എന്തോ ഒരു വലിയ ദൈവീക ശക്തി പോലെയാണ് അവർക്കെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ചിന്താഗതികളെല്ലാം അപ്പം
അപ്പാടെ മാറുന്ന തരത്തിലാണ് മോഹൻലാൽ അല്ലെ മമ്മൂട്ടി ചേർത്ത് പിടിച്ചപ്പോൾ ഉണ്ടായെന്നാണ്. മോഹൻലാലിനും അതേ ഓറയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ അടുത്തിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ മുന്നിൽ പോയിരിക്കുന്ന എത്ര വികൃതി കുട്ടിയാണെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ആ ഒരു സംസാരം, മമ്മൂട്ടിയുടെ സ്നേഹത്തോടു കൂടി തന്നെ അവരെല്ലാവരും നല്ല രീതിയിൽ മാറുന്നുണ്ടെന്നുള്ളതും നമ്മൾ പല വീഡിയോസിലും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ മോഹൻലാലിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി ആ ഒരു പൊന്നാട ഇട്ട് കൊടുക്കാൻ മമ്മൂക്ക കാണിക്കുന്ന മനസ്സ്, നമുക്കറിയാം നമ്മളാണെങ്കിലും ആരാണെങ്കിലും എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വിഷമം കാണും. കാരണം എനിക്കത് കിട്ടിയില്ല, അവന് കിട്ടിയില്ല, എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആ വിഷമം ഉള്ളതുകൊണ്ട് വറീഡാവാൻ പോകില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പോകില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മമ്മൂട്ടിക്ക് അതിനെപ്പറ്റി എല്ലാം, മമ്മൂട്ടിക്ക് ആ ഒരു അവാർഡിന് വേണ്ടി അല്ല മമ്മൂട്ടി ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്നത്. അയാൾക്ക് ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം സിനിമയോടാണുള്ളത്. ആ അഭിനിവേശം തീർക്കാനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്. അത് അഭിനയിച്ച് തീരുമ്പോഴാണ് അതിന് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതായത് ഒരു സിനിമയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏതൊരു വർക്കാണെങ്കിൽ ഏതൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് പൂർണ്ണതയിലെത്തുമ്പോഴാണ് മമ്മൂക്കയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ഈ കിട്ടുന്ന അവാർഡുകളൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. മമ്മൂക്ക പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ളത്. അങ്ങനെ മമ്മൂക്ക ഓരോ തവണയും തേച്ച് മിനുക്കിയാണ് നമ്മുടെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞാടി നിൽക്കുന്ന ഒരു വലിയൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ ഒരു ഭീകര, അല്ലെങ്കിൽ ഒരു ഭീകര വില്ലനൊക്കെ ആയിട്ട് ഇപ്പോൾ കളങ്കാവിൽ വന്നതുപോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പകരം വെക്കാൻ ആരുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ മമ്മൂട്ടിക്ക് പകരം മോഹൻലാൽ വന്നാലോ, മോഹൻലാലിന് പകരം മമ്മൂട്ടി വന്നാലോ, മമ്മൂട്ടി ഇരിക്കുന്ന തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. കാരണം മമ്മൂട്ടി ചെയ്യേണ്ടത് മമ്മൂട്ടിയെ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ നടന്മാർക്കും ഓരോ അവരുടേതായിട്ടുള്ള കാലിബർ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ രീതി എന്നൊക്കെ പറയുമ്പോഴേ ഒരു വല്ലാത്ത പ്രത്യേകതരം രീതിയാണ്. അദ്ദേഹം കണ്ടുപിടിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയാണെന്നുണ്ടെങ്കിലും, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അതേ രീതിയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പിറവിയൊക്കെ തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ തകർക്കാൻ ശ്രമിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയുള്ളൊരു മമ്മൂട്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ളത് മമ്മൂട്ടിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇന്നും അദ്ദേഹം യൗവനമായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ആ ഒരു സിനിമയോടുള്ള അഭിനിവേശം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നുള്ളത് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മമ്മൂട്ടിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ കളിച്ചപ്പോൾ അവന്മാർ വിചാരിച്ചത് മമ്മൂട്ടിയുടെ അവസാനം അവിടെ കൊണ്ടാണ്, മമ്മൂട്ടിനെ തിരികെ വരില്ല, ഇനി ഒരു തിരിച്ചുവരവ് മമ്മൂട്ടിക്ക് ഇല്ല എന്നാണ്. പക്ഷേ ആ സിനിമയിൽ കളങ്കാവിൽ കൂടി മമ്മൂട്ടി തിരിച്ചു വന്ന് കാണിച്ചിരിക്കുകയാണ്. രാക്ഷസ രാജാവിൻ്റെ തിരിച്ചുവരവെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേർത്ത് പിടിക്കലിൻ്റെയും ആ കരുതലിൻ്റെയും ആ സ്നേഹത്തിൻ്റെയും എല്ലാം നിറകുടമായിട്ട് മമ്മൂക്ക വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ.